നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഒരുപാട് കാലം ഒരുമിച്ച് കളിച്ച രണ്ട് സൂപ്പർ താരങ്ങളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും വെയ്ൻ റൂണിയും. നമുക്കറിയാം 2003 ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗൽ ക്ലബ്ബായ സ്പോർട്ടിംഗ് വിട്ടുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തിയത്. തൊട്ടടുത്ത വർഷം എവേർട്ടൺ വിട്ടുകൊണ്ട് റൂണി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. തുടർന്ന് റൊണാൾഡോ യുണൈറ്റഡിൽ വെച്ചുകൊണ്ട് ബാലൻഡിയോർ പുരസ്കാരം സ്വന്തമാക്കിയപ്പോൾ വെയ്ൻ റൂണി ക്ലബിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരനായി കൊണ്ട് മാറുകയായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ റൂണി പറഞ്ഞിട്ടുണ്ട്. അതായത് താനും റൊണാൾഡോയും തമ്മിൽ നല്ല ബന്ധമായിരുന്നു എന്നാണ് റൂണി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ തികച്ചും വിപരീതമായ സ്വഭാവ സവിശേഷതകളായിരുന്നു തങ്ങൾക്കുണ്ടായിരുന്നതെന്നും റൂണി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാനും റൊണാൾഡോയും തമ്മിൽ വളരെ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ തികച്ചും വിപരീത സ്വഭാവക്കാരായിരുന്നു. വളരെ തമാശയായിരുന്നു അതൊക്കെ. റൊണാൾഡോ വളരെ നല്ല ഒരു ക്യാരക്ടറിന് ഉടമയായിരുന്നു. എപ്പോഴും ചിരിച്ചും അതുപോലെ തന്നെ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുമായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഒരു സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ചിന് സമാനമായിരുന്നു റൊണാൾഡോ. സൗന്ദര്യ കാര്യങ്ങളിൽ റൊണാൾഡോ വളരെയധികം ജാഗരൂകനായിരുന്നു. താൻ വളരെയധികം സുന്ദരനാണെന്ന് കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് റൊണാൾഡോ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇതിൽ നിന്നൊക്കെ തികച്ചും വിപരീതമായിരുന്നു. ഇതാണ് റൂണി ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇരുവരും ഒരുമിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വെച്ചുകൊണ്ട് 205 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. ഇതിൽ റൊണാൾഡോ 14 തവണ റൂണിക്ക് അസിസ്റ്റ് നൽകിയിട്ടുണ്ട്. അതേസമയം റൂണി റൊണാൾഡോക്ക് 11 അസിസ്റ്റുകൾ നൽകിയിട്ടുണ്ട്. റൊണാൾഡോയേക്കാൾ മികച്ച താരം ലയണൽ മെസ്സിയാണ് എന്ന പ്രസ്താവന കൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകരിൽ നിന്നും ഏൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു താരം കൂടിയാണ് വെയ്ൻ റൂണി. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.